ഒന്നും നോക്കണ്ട, പുറത്തൊന്ന് അറ്റാക്ക് ചെയ്തോണം, അടിച്ചു തൂക്കിക്കോ. ആ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ പിള്ളേരെ, ഒരു കുഞ്ഞു ചുണ്ടനിലയില്ലേ. ഒറ്റ കിഴക്കല്ലോ ഇവിടെ ബാക്കിയുള്ളവര് ജീവൻ പണയം വെച്ചിട്ടാ ഭൂമിയിലേക്കുന്നത്. അപ്പോൾ ആകാശത്ത് നിന്നുകൊണ്ട് രണ്ടെണ്ണം ഇങ്ങനെ ഉണ്ടാക്കുന്ന പോലെ പറയുന്നില്ല. എന്താ അച്ഛാ, ഒരു വലിയ ചുണ്ടനെലി. അത്രയ്ക്ക് വലിപ്പില്ല, എന്നാലൊരു ഇത്ര ഉണ്ടാവും അല്ലേ ഏട്ടാ? പിന്നെ ഞാൻ എന്റെ 2 കണ്ണോണ്ട് കണ്ടതാച്ചാ. നല്ല ഹൈലി ജിംനേഷ്യസ് ഏരിയ, എലികൾക്കിടയിലെ ജോൺസീനാ തോന്നുന്നത്. ജോൺസീനാണ് എങ്ങനെ കാണുന്നത്? യു കാൻ സീ മീ അല്ലേ? പൊടി കൊടുത്ത് കേവലം ഒരു ചുണ്ടലീനെ പിടിക്കാനാണോ നിങ്ങൾ ഈ ബാഹുബലിയിലെ ക്ലൈമാക്സ് പോലെ തൃശ്ശൂല വ്യൂഹൊക്കെ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്കത് പറയാം. ഇത് ഏതേനെ എങ്ങനെ എപ്പോഴാ വന്ന് അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എലി തന്നെയാണോ? പുലിയൊന്നല്ലോ. ഇത് നിങ്ങൾ അങ്ങ് പിടിച്ചതാ അല്ലേ? എലിയൊരു കാട്ടിൽ ഒരു എലിമുരുകൻ വന്നേക്കണ്. എടി, അതൊരു സാധു ജീവിയാ. അതെ, എലിപ്പനി പടർത്തി നമ്മളെ തീർക്കുന്നേ ഉള്ളൂ. സാധു. ഇമ്പിടി പൂച്ച അല്ല, ഇമ്പിടി എലിയെ. ഏതൊരു ജീവിയും അതിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ അത് തിരിച്ച് അറ്റാക്ക് ചെയ്യുള്ളൂ. ഇവിടെ അറ്റാക്കിംഗ് അല്ല വേണ്ടത്, ബുദ്ധിയാണ് വേണ്ടത്. അപ്പൊ ഏട്ടനും അമ്മയും ഔട്ട്. ഉള്ള ബുദ്ധി തെറിച്ചു പോകാതിരിക്കാനാണോ തലയിൽ ഈ വേസ്റ്റോട്ട് അടച്ചിട്ട് വെച്ചിരിക്കുന്നത്? മൂർധാവിൽ തന്നെ കണ്ടില്ലേ ഈ വാതിലൊക്കെ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നേ. ആദ്യം ഇതൊക്കെ ഇങ്ങനെ തുറന്നിടണം, എന്നിട്ട് കുറച്ചു നേരം മിണ്ടാതെ സമാധാനത്തോടെ വെപ്രാളപ്പെടാതെ അടങ്ങി നിൽക്ക്. എന്നിട്ടോ? അത് എലിക്കുള്ള സിഗ്നലാ. സറൗണ്ടിങ്സ് സേഫ് ആണെന്നത് സെൻസ് ചെയ്താ അത് തന്നെ താൻ പുറത്തേക്ക് ഇറങ്ങി പൊക്കോളും. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ബുദ്ധി ഉപയോഗി. നിങ്ങളൊക്കെ എന്റെ മക്കളാണോ? അല്ല, തള്ള ഇതല്ലേ. എല്ലാരും ആ വാതിലേക്ക് തന്നെ നോക്കിയെന്നോ, അത് പോണത് കാണാം. ആരും പേടിക്കണ്ട, ഓടിക്കോ.